പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ കുറെയെല്ലാം നല്ല വഴിയുടെ നല്ല മാർഗങ്ങൾ ഉപദേശിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ഇറക്കുന്നത്. കേൾക്കാൻ അത് ചെവിയുള്ളവർ കേൾക്കട്ടെ. കർത്താവ് പറഞ്ഞ പോലെ സന്മനസ്സുള്ളവർ അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തട്ടെ. പൗലോസ്ലീഹ എഫേസോസ്കാർക്കെഴുതിയ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിൽ 14 പറയുന്നുണ്ട്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുവിൻ. നിങ്ങൾ അവിവേകികളെപ്പോലെ അകാല വിവേകികളെപ്പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ഈ ലോകത്തിൽ തിന്മയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിന്മയുടെ കാലമാണ്. ഓരോ ഓപ്പർച്യൂണിറ്റിയും ഓരോ അവസരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞുകൊണ്ട് വിവേകികളായിട്ട് ജീവിക്കണം. കർത്താവ് പറഞ്ഞത് സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലുള്ള ചില ഉപദേശങ്ങൾ പറയുകയാണ്. ഇന്ന് നാം ചുറ്റും നോക്കിയാൽ മനസ്സാക്ഷി നഷ്ടപ്പെട്ട ഒരു ലോകത്തെയാണ് കാണുന്നത്. അതായത് എല്ലാം ഒളിച്ചു വെക്കുക, എല്ലാം മറച്ചു വെക്കുക, വളരെ പുറമേ ഉള്ളത് മാത്രം ആണ്. നമുക്കറിയാം, ആധ്യാത്മികതയിൽ പോലും കർത്താവ് പറയുന്ന പോലെ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 15:8, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. അത് കരിസ്മാറ്റിക്കൊണ്ട് ഉച്ചത്തിൽ അട്ടഹാസങ്ങൾ, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, ഭാഷാപരം എല്ലാം ഉണ്ട്. എന്നാൽ ഹൃദയം കർത്താവിനോട് ചേർന്നിരിക്കുന്നുവോ? കർത്താവ് ഹൃദയം കാണുന്നു. അതോ മനസ്സാക്ഷി നഷ്ടപ്പെട്ടവരായി നമ്മൾ ജീവിക്കുകയാണ്? കർത്താവ് കാണുന്നു. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പ്രഭാഷകൻ പുസ്തകം 23:19, അവന്റെ കണ്ണുകൾ 10,000 തവണ സൂര്യനേക്കാൾ പ്രഭയുള്ളതാണ്, ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. അത് 1 സാമുവേൽ 16:7 വ്യക്തമായി പറയുന്നു, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ഇപ്പൊ നിങ്ങളൊക്കെ നോക്കും, മഞ്ഞാക്കളച്ചന് ഭക്തനാണ്, പുണ്യവാനാണ്, അല്ലെങ്കിൽ മുറിവുകൾ ഉള്ളവനാണ്, അതിനൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും എല്ലാം ചെയ്യണം. എന്റെ ഉള്ളിൽ ഞാൻ ആരാണെന്ന് എന്റെ കർത്താവേ അറിയുള്ളൂ. ഹല്ലേലൂയ. എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ ജീവിച്ചെങ്കിൽ മാത്രമേ ഭക്തിപൂർവ്വം ഞാൻ ബലിയർപ്പിച്ചാലും നല്ലപോലെ പാട്ടുപാടിയാലും പ്രസംഗിച്ചാലും സ്വർഗത്തിൽ ചെല്ലുകയുള്ളൂ. എന്റെ മനസ്സാക്ഷിയാണ് കർത്താവിന്റെ ഇഷ്ടപ്രകാരം മെനഞ്ഞെടുത്തെടുക്കേണ്ടത്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കർത്താവ് ജെറമ്യാ പ്രവാചകൻ 17:9-10 പറയുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്യമുള്ളതാണ്, ശോചനീയമായ വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരിശോധിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവന്റെ ജീവിത രീതിക്ക് പ്രവൃത്തിക്ക് അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. അപ്പൊ നമ്മുടെ മനസ്സാക്ഷികളുടെ ഉടമയാണ് കർത്താവ് എന്ന് ഓർക്കണം. കാരണം തന്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് മെനഞ്ഞെടുത്തു. അപ്പോൾ ആ സാദൃശ്യത്തിൽ നിന്നും ആ സ്നേഹത്തിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ കണിശമായിട്ടും അനുദപിച്ച് അതിലേക്ക് തിരിച്ചു വരുന്ന ഒരു പ്രക്രിയ നമ്മൾ നടക്കുന്നില്ല എങ്കിൽ കാപട്യം കൊണ്ട് നമ്മൾ ഒന്നും നേടാൻ പോകുന്നില്ല. അത് വ്യക്തമായി ഹൃദയം അത് എന്ത് എന്ന് സുഭാഷിതം 5:21 പറയുകയാണ്. മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു, അവിടുന്ന് അവന്റെ വഴികളെ ശോധന ചെയ്യുന്നു. പരിശോധിച്ചു നോക്കുകയാണ്. ഓരോ നിമിഷവും ആത്മശോധന ചെയ്ത് ജീവിക്കേണ്ടവരാണ് നാം, പ്രിയപ്പെട്ടവരെ. കർത്താവ് അത് നോക്കുകയാണ്, നമ്മൾ ഏതെല്ലാം തിന്മയിലാണ്. നാം തിന്മയിലാണ് എന്ന് കർത്താവ് കാണുന്ന പക്ഷം മാനസാന്തരപ്പെടാതെ കഠിനഹൃദയരായി ജീവിച്ചാൽ നമ്മൾ നശിച്ചു പോകും മക്കളെ. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. ഒരുവന് തന്റെ നടപടികൾ അന്യൂന്യമെന്ന് തോന്നുന്നു,
കർത്താവ് തന്റെ ആത്മാവിലൂടെ ഹൃദയം പരിശോധിക്കുന്നു. സുഭാഷിതം 16:1-2. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പലതും ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത് നടക്കുന്നില്ല. മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു. അന്തിമമായ തീരുമാനം അവിടുത്തേതാണ്. അതിന് കാരണം പറയുകയാണ്, ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു. താൻ ചെയ്യുന്ന എല്ലാം ന്യൂനമറ്റതാണ്, എല്ലാം കുറവില്ലാത്തതാണ്, നല്ലതാണ്, പൂർണ്ണമാണ് ചിന്തിക്കുന്നു. ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നമാണ് ഇത്. ഇങ്ങേറ്റം പരസ്ത്രീകളോട് പോകുന്നത്, കട്ടെടുക്കുന്നത്, അല്ലെങ്കിൽ ഫോണോഗ്രാഫി നോക്കി നീലച്ചിത്രം കണ്ട് പാപം ചെയ്യുന്നത് എല്ലാം നോർമലായിട്ട് സാരമില്ല എന്ന് കരുതുന്നവർ, അതുപോലെ കൈക്കൂലി കൊടുക്കുന്നവര്, കൈക്കൂലി വാങ്ങുന്നവര്, അതുപോലെ പണി കളിപ്പിക്കുന്നവര്, ഇങ്ങനെ പോകുന്ന ഒത്തിരി തരത്തിലുള്ള കളിപ്പീരുകൾ എല്ലാം അവർ പറയോ എന്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണിത്. ആ മനസ്സാക്ഷി എന്നത് ദൈവകൽപ്പനയ്ക്കനുസൃതമായി ദൈവത്തിന് മുമ്പിൽ നീ ഉരുവാക്കേണ്ട ഒന്നാണ് മനസ്സാക്ഷി. നിന്റെ തന്നെ ചിന്താരീതികൾക്കനുസൃതമായിട്ടൊരു മനസ്സാക്ഷി അല്ല അത് നീ ഉണ്ടാക്കേണ്ടത്. നിന്റെ ഹൃദയത്തിൽ ദുഷ്ടത ഇങ്ങനെ കുടികൊണ്ടിരുന്നാൽ കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കില്ല. വ്യക്തമായിട്ട് സങ്കീർത്തനം 66:18, സങ്കീർത്തനം 66:18. എന്റെ ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുമായിരുന്നില്ല. അത് തന്നെയാണല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:31. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഈ പാപങ്ങൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടുന്നത് കർത്താവിന് കാണാം. നമുക്ക് വരെയും മറച്ചു വെക്കാം, ദൈവത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കും, പക്ഷെ പറ്റില്ല. കാരണം 10,000 മടങ്ങ് സൂര്യനേക്കാൾ പ്രകാശത്തിൽ നോക്കിക്കാണുന്നു. ഒരു അവിടെയും മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഇന്നുണ്ടേ. കഠിനഹൃദയം എന്ന് പറയുന്നത് അതാണ്. ഭാര്യയെ, ഭർത്താവിനെ മറച്ചു വെക്കുന്നവർ, എന്തിന് അയൽക്കാരെ മറച്ചു വെക്കുന്നവർ, മക്കൾക്ക് മറച്ചു വെക്കുന്നവർ, ഇനി കുമ്പസാരിക്കൂട്ടി പോലും മറച്ചു വെക്കുന്നവർ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടം നമുക്ക് ഓർക്കണം നമ്മുടെ ഹൃദയത്തിന്റെ പ്രത്യേകത. സങ്കീർത്തനം 84:5 പറയുന്നു, നമ്മുടെ ഹൃദയങ്ങളിൽ സിയോനിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള രാജവീഥികളുണ്ട്. സങ്കീർത്തനം 84:5 മറക്കരുത്. അപ്പൊ ഈ ഹൃദയം വിശുദ്ധീകരിച്ച് ഈ ഹൃദയത്തിന്റെ കവാടത്തിലൂടെ കടന്നു വേണം ഈശോയുടെ ഹൃദയത്തിലേക്ക് പോകുവാൻ. അപ്പോൾ സിയോനിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ, സിയോൻ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം ആണ്. ഇനിയും അവിടെ നമ്മൾ എന്നും പ്രാർത്ഥിച്ച് പറയേണ്ടതാണ്, കർത്താവെ അവിടുന്ന് എന്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല, എന്റെ അധരം പ്രമാണം ലംഘിക്കുകയില്ല. പ്രമാണ ലംഘനമാണല്ലോ പാപം. പറയാണ്, എന്റെ ഹൃദയം പരിശോധിച്ചാൽ, കർത്താവ് പരിശോധിക്കുന്നവനാണ്. രാത്രിയിൽ എന്നെ നോക്കിയാൽ, പണ്ടാണ്ട് പറഞ്ഞ പോലെ, ഒരു വ്യഭിചാര സ്ത്രീ പറഞ്ഞ പോലെ, രാത്രി സൂര്യൻ ഉദിച്ചാൽ കാണാം ഈ പറയുന്ന വലിയ വലിയ പുണ്യവാന്മാരെന്ന് പറയുന്നവരൊക്കെ എവിടെയാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതത്തെപ്പറ്റി നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ആ സിറാക്ക് അല്ലെങ്കിൽ പ്രഭാഷകൻ പുസ്തകത്തിൽ തന്നെ അതാണ് വ്യക്തമായി പറയുന്നത്. എപ്രകാരം കർത്താവ് നമ്മളെ നോക്കുന്നു എന്ന് പറഞ്ഞ ശേഷം വ്യക്തമായി പറയുന്ന ഭാഗം 23-ാം അധ്യായം. പ്രഭാഷകൻ, വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ട് എനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എന്റെ പാപങ്ങൾ പരിഗണിക്കയില്ല. നോക്കൂ, മനസാക്ഷിക്ക് വിരുദ്ധമായി ജീവിക്കുന്നവരെ പറ്റി ബൈബിൾ പറയുന്നത്. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിന്റെ കണ്ണുകൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ് സൂര്യനേക്കാൾ എന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് അവന്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവൻ അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതന്റെ നിയമം ലംഘിച്ച് ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിന് മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ
വേര് പിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. പ്രിയമുള്ളവരെ, ഇതൊക്കെ അത് ചിന്തനീയമാണ്. ഈ കാലഘട്ടത്തിൽ മനസ്സാക്ഷിയില്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുക. അത് കർത്താവ് രാത്രിയിൽ തന്നെ പരിശോധിച്ചാൽ, ഇനി മാത്രമല്ല എന്നെ ഉരച്ചു നോക്കിയാൽ തട്ടാനും മറ്റും നമുക്കറിയാം. ഉരച്ചു നോക്കും സ്വർണം തനിയാണോ ഇല്ലയോ എന്ന് തനിമ നോക്കുവാൻ. അപ്പൊ നമ്മുടെ തനിമ വിശുദ്ധിയിലെ പൂർണ്ണതയിൽ നമ്മൾ തനിമ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നോക്കുവാൻ ഉരച്ചു നോക്കുന്നവനാണ് കർത്താവ്. പല ഉരസലുകളും ഉണ്ടായിന്ന് വരും. അത് വേദനാജനകവുമായിരിക്കും. ഉരയ്ക്കുമ്പം വേദന ഉണ്ടാകുമല്ലോ. അപ്പോൾ അറിയാൻ സാധിക്കും ആളെന്താണെന്ന്. നമുക്കറിയാം, വേദനകൾ വരുമ്പോൾ ദൈവത്തെ ശപിച്ചുകൊണ്ട് ദൈവത്തെയും കുറ്റപ്പെടുത്തിക്കൊണ്ട്, എന്നാൽ ഉള്ളിലേക്ക് നോക്കി എന്റെ കർത്താവ് ഒരു ശോധനയ്ക്കുള്ള സമയമാണ് തരുന്നത്. ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥനാണ്. ഈ തകർച്ച എന്റെ പാപം മുഖാന്തരം എനിക്കുണ്ടായതാണ്, ഞാനതിൽ നിന്ന് മാറണം, എങ്കിലേ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കൂ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേർ നമ്മുടെ ഇടയിൽ ഉണ്ട്. കർത്താവ് എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക, എന്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക. സങ്കീർത്തകൻ 26:2 പറയുന്നതാണ്. എളിമയോടുകൂടി കർത്താവിനോട് പറയുകയാണ്, കർത്താവെ അങ്ങനെ പരിശോധിക്കണം, പരീക്ഷിച്ചു നോക്കണം, എന്റെ ഹൃദയവും മനസ്സും ഉരച്ചു തന്നെ നോക്കണം. കാരണം ആ ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. ഇന്നിപ്പം നമുക്ക് കാണാൻ സാധിക്കും. ആ സുഭാഷിതം 12:10, ദുഷ്ടരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. എന്തെല്ലാം ക്രൂരതയാണ് നടക്കുന്നത്. ഭാര്യയെ കൊല്ലുന്നത്, ഭർത്താവിനെ കൊല്ലുന്നത്, മക്കളെ കൊല്ലുന്നത്, അമ്മായിമ്മയെ കൊല്ലുന്നത്, ഇങ്ങനെ കൊലയെപ്പറ്റിയുള്ള തന്നെ എന്ത് ക്രൂരതയാണ് നടക്കുന്നത്. ഞാൻ പറയുന്നില്ല. അതുപോലെ എന്തേലും ബലാത്സംഗങ്ങൾ നടക്കുന്നു. കൊച്ചുകുട്ടികളെ പോലും 3-4 വയസ്സുള്ള കുട്ടികളെ പോലും ബലാത്സംഗം ചെയ്ത് കൊന്ന് വഴി കിഴുക. ഇങ്ങനത്തുള്ള മനസ്സാക്ഷിയില്ലാത്ത എന്തെല്ലാം പ്രവർത്തനങ്ങൾ പറയാൻ തന്നെ എനിക്ക് വിഷമം തോന്നുകൊണ്ട് പറയുന്നില്ല. നിങ്ങളൊക്കെ അനുദിനം പത്രത്തിൽ കേൾക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ. ഇനിയും അവരെയെല്ലാം പിന്തുടരുന്നത് എന്താണ്? പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. സുഭാഷിതം 13:21. ഇവരൊക്കെ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, അമ്പലത്തിൽ പോകും, ക്ഷേത്രത്തിൽ പോകും, മോസ്കിൽ പോകും, ബലികൾ അർപ്പിക്കും, ദൈവത്തിന് ബലി കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ കുർബാനയെ സംബന്ധിക്കും, കുമ്പസാരിക്കും, കുരാശി എല്ലാം ഉണ്ട്, പുറമേയുള്ള എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ദൗർഭാഗ്യം ഒന്നിനു പുറകെ ഒന്നായി. തെറ്റും അടച്ചു വയ്ക്കുന്നവൻ ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്ന് സുഭാഷിതം 28:13 പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയം പാപമില്ലാതെ പരിശുദ്ധമായി കാത്തു സംരക്ഷിക്കുവാൻ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കണം മക്കളെ ഈ കാലഘട്ടത്തിൽ. കാരണം ദുഷ്ടൻ വന്ന്, പിശാച് വന്ന് ഹൃദയത്തിന്റെ അന്തർഭാഗത്തോടാണ് പാപം സംസാരിക്കുന്നത്. സങ്കീർത്തനം 36:1, ദുഷ്ടന്റെ ഹൃദയാന്തർഭാഗത്തോട് പാപം മന്ത്രിക്കുന്നു. പാപത്തെ പെർസോണിഫൈ ചെയ്യാണ്. അത് ഒരു വ്യക്തിയാണ് പാപം. ആത്മാവ് ഒരു വ്യക്തിയായി വരുന്നത് പോലെ പരിശുദ്ധാത്മാവ്, പാപവും ദുരാത്മാവും ഒരു വ്യക്തിയായിട്ട് കടന്നു വരുന്നു, മന്ത്രിക്കും. കുഴപ്പമില്ല, ഈ സാരമില്ല, നിന്റെ ഭാര്യയിൽ നിന്ന് മറച്ചു വെച്ചാൽ കുഴപ്പമില്ല, വഞ്ചന കാണിച്ചാൽ കുഴപ്പമില്ല, മരുന്നിൽ പോലും വഞ്ചന കാണിച്ചാൽ കുഴപ്പമില്ല, കള്ളത്രാസ് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, കള്ളക്കടത്തോ നോട്ടിരിപ്പിക്കലോ കുഴപ്പമില്ല, അമിത വിലയിട്ടാൽ കുഴപ്പമില്ല. ഇങ്ങനെ പോകുന്നു. ഹൃദയത്തോട് മന്ത്രിക്കുകയാണ് പിശാച്. നേരായ മനസ്സിൽ നിന്നും മാറ്റുക, കർത്താവിന്റെ വഴിയിൽ നിന്നും സത്യസന്ധതയിൽ നിന്നും മാറ്റുക. ദൈവം സത്യമാണ്. യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അവൻ സത്യമാണ്. സത്യമായി ജീവിക്കുന്നവനോടുകൂടി, ഹൃദയപരമാർത്ഥത്തോട് ജീവിക്കുന്നതോടുകൂടി മാത്രമേ ദൈവത്തിന് വസിക്കാൻ കഴിയൂ, അനുഗ്രഹങ്ങൾ വർഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് പ്രിയമുള്ള, ഇന്ന് പലരുടെയും പ്രാർത്ഥനകൾ ഈ വലിയ വലിയ രോഗശാന്തിക്കാരുടെ അടുക്കൽ പോയിട്ടും കേൾക്കാത്തത്, അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടി പല പുണ്യവാന്മാരുടെയൊക്കെ പോകുന്നു, ഉടമ്പടി ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തിട്ടും കിട്ടാത്തതിന് കാരണം ഇതാണ്, മനസ്സാക്ഷിയില്ലാത്ത ഒരു ജീവിതം. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ, യേശുവിന്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ മനസ്സാക്ഷിയുള്ളവരായി ജീവിക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് ആത്മകഥം ചെയ്യാം, തീരുമാനമെടുക്കാം. അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ തന്നെ അനുഗ്രഹപ്രദമാകും, പിന്നെ മരണശേഷം അതിൽ കൂടുതലും. അതുകൊണ്ട് നമുക്ക് യേശുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം. ബാഹ്യമായിട്ടുള്ള കാര്യമല്ല നമ്മളെ വലിയവരാക്കി തീർക്കുന്നത്. പത്രോശ്ലീഹ തന്നെ നമുക്കറിയാം, 1-ാമത്തെ മാർപ്പാപ്പ പറയുന്ന ഒരു വചനം കൂടി വായിച്ചോട്ടെ. 1 പത്രോസ് 3:4 മുതൽ വചനങ്ങൾ
ബാഹ്യമുടിയായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ഹല്ലേലൂയ. നമ്മുടെ ആന്തരിക വ്യക്തിത്വം എത്രമാത്രം കാപഠ്യമില്ലാത്തതായിരിക്കണം. പുറമെ ഒരു പക്ഷെങ്കിൽ അമ്പലത്തിൽ പോയേക്കാം, പള്ളിയിൽ പോയേക്കാം, നല്ല ഉടയാടയൊക്കെ അണിഞ്ഞ് ആഭരണമൊക്കെ അണിഞ്ഞ് ഒരു പക്ഷെങ്കിൽ പൗഡറൊക്കെ മുഖത്തിട്ട് മിടുക്കിയായൊക്കെ പോയേക്കാം. അവിടെ പോയി കൈകൂപ്പി നിന്നേക്കാം, മുട്ടിമേൽ നിന്നേക്കാം. കർത്താവ് നോക്കുന്നത് ഹൃദയാന്തർഭാഗത്തേക്കാണ് എന്ന കാര്യം മറക്കരുത്. അവിടെ ആ വിശ്വസ്തതയുണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സ്നേഹം അവിടെ തുളുമ്പട്ടെ. ആരോടിലും വൈരാഗ്യമുണ്ടോ, രോഷമുണ്ടോ, ഭാര്യഭർത്ത ബന്ധത്തിൽ അവിശ്വസ്തതയുണ്ടോ, വഞ്ചനയുണ്ടോ, ആരെയും മൂടിവെച്ചോ കളിപ്പിച്ചൊക്കെ ജീവിക്കുന്നതാണ്. ഇതൊക്കെ അത് ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും തിരുത്തിക്കൊണ്ട് മനസ്സാക്ഷിയുടെ ഒരു ജീവിതം ജീവിക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുവാനായിട്ട് കർത്താവ് ഇപ്പോൾ തന്നെ പ്രചോദിപ്പിച്ചത് എന്ന് ഞാൻ പറയും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സങ്കീർത്തനത്തിൽ തന്നെ സങ്കീർത്തനം 51 എപ്രകാരം നിർമ്മലമായൊരു ഹൃദയമുള്ളവരായിരിക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നിങ്ങൾ വായിക്കുന്ന സങ്കീർത്തനവും ഒരു പക്ഷേ കാണാതറിയാത്തതും പ്രാർത്ഥിക്കുന്നതുമാണ്. അങ്ങയുടെ കാരുണ്യത്തിന് അതിനേകത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എന്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ, എന്റെ പാപത്തിൽ നിന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിൽ ഉണ്ട്. ഹിസോപ്പ് കൊണ്ട് എന്നെ തളിക്കണമേ, എന്നെ നിർമ്മലമാക്കണമേ. മഞ്ഞിനേക്കാൾ ഞാൻ വെണ്ണയുള്ളവനാകട്ടെ. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ഇതെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായിരിക്കണം. ഓരോ ദിവസവും ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് ഉരുങ്ങിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുന്നില്ല. അവിടെ നമുക്ക് ഹൃദയപൂർവ്വം ഹൃദയം തമ്പുരാനിൽ അർപ്പിച്ചുകൊണ്ട് നല്ല ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് നിശ്ചയമായിട്ടും ഇന്ന് കാലം വളരെ മോശമാണ്. സഹൃദയത്തോടെ ജീവിക്കുന്നവരുടെ എണ്ണം കുറവാണ്. അത് അപ്രകാരം നല്ലതായി ജീവിക്കുന്നവരെ കർത്താവ് നോക്കുന്നു. നമ്മൾ റോമാക്കാർക്ക് ലേഖനം 3 പറയുന്ന പോലെ ആരും കാര്യം ഗ്രഹിക്കുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്നുമില്ല. റോമ 3-ാം അധ്യായം 11 മുതൽ വചനങ്ങൾ. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. അവന്റെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അവർ തങ്ങളുടെ നാവ് വഞ്ചനയ്ക്ക് ഉപയോഗിക്കുന്നു. അവരുടെ അധരങ്ങളുടെ ചുവട്ടിൽ സർപ്പവിഷമുണ്ട്. അവരുടെ വായ ശാപവും കയ്പുകൊണ്ട് നിറഞ്ഞുമിരിക്കുന്നു. അവരുടെ പാദങ്ങൾ രക്തം ചൊരിയാൻ വെമ്പുന്നു. അവരുടെ പാതകളിൽ നാശവും ക്ലേശവും പതിയിരിക്കുന്നു. സമാധാനത്തിന്റെ മാർഗം അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് ദൈവഭയമില്ല. പ്രിയമുള്ളവർ, ഇതൊക്കെ കർത്താവിന്റെ വചനങ്ങളാണ്. അത് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത് ആണ്. ഇതൊക്കെ നമുക്ക് ഹൃദയം പരിശോധിച്ചുകൊണ്ട് പരിശുദ്ധ ഹൃദയത്തോടെ നല്ല ഹൃദയത്തോടെ ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുക. പഴയ നിയമകാലത്താണെങ്കിലും പ്രവാചകന്മാരിലൂടെ കർത്താവ് അത് പറയുകയുണ്ടായി. നമ്മൾ വായിക്കുന്നുണ്ട്. ഹോശേയ പ്രവാചകൻ 4-ാം അധ്യായം 1 മുതൽ വചനങ്ങൾ. ദേശവാസികൾക്കെതിരെ അവിടത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടിയിലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു, സകല നിവാസികളും ക്ഷയിക്കുന്നു. വയലിലെ മൃഗങ്ങൾ പോലും ആകാശത്തിലെ പറവകൾ പോലും അപഹരിക്കപ്പെടുന്നു. ഇതൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ. ഇത് അന്ന് പ്രവാചകൻ പറഞ്ഞ ഇന്നത്തെപ്പറ്റി അല്ലേ ചിന്തിക്കണം. ഇത് കേട്ടുകൊണ്ട് കരഞ്ഞേണ്ട കാര്യമില്ല. നമ്മുടെ ഇടയിൽ തന്നെ നടക്കുന്ന ഈ വഞ്ചനയും കൊലപാതകവും ഒന്നിനു പുറകെ അത് സീമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വഞ്ചന എവിടെയും നമുക്കതൊക്കെ മാറ്റി സത്യസന്ധതയുള്ളവരായി തീരാം. ദൈവം സത്യമാണ്, യേശു സത്യമാണ്. സത്യത്തോടുകൂടി ഇരുന്നാൽ രക്ഷയുണ്ട്, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അസത്യത്തിൽ ജീവിച്ചാൽ, കാപട്യത്തിൽ ജീവിച്ചാൽ നാശത്തിലേക്ക് പോവുകയുള്ളൂ. അവര് ശരിയായ നേരെ മാർഗത്തിലൂടെ പോകണം. നമുക്ക് നമ്മുടെ വഴികളെ നേരെയാക്കാം. കർത്താവിന് ചേർന്ന് സത്യസന്ധതയിൽ വിശ്വസ്തതയിലാക്കാം. കർത്താവെ, നേരായൊരു ഹൃദയം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ.
നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ. നേരായൊരു നൽ മാനസവും തീർത്തരുകന്നിൽ നാഥ. കണ്ണുകൾ അടച്ച് നിന്റെ ഹൃദയത്തെ അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ. അവിടെ നിന്ന് പരിശോധിക്കട്ടെ, അവിടുന്ന് ഉരച്ചു നോക്കട്ടെ, അല്പമെങ്കിലും കലർപ്പുണ്ടോ എന്ന്, കളങ്കമുണ്ടോ എന്ന്, മാലിന്യമുണ്ടോ എന്ന്. ആ ഹൃദയത്തിൽ ഒഴുകുന്ന ആ രക്തത്തിലേക്ക് നിന്നെ അർപ്പിച്ച കഴിയിനി ശുദ്ധീകരിക്കുക. ആ ഒഴുകുന്ന ജീവജാലമാകുന്ന പരിശുദ്ധാത്മാവിൽ നിന്റെ ഹൃദയം പളങ്കുപോലെ വെണ്മയുള്ളതായി തീരട്ടെ. അത് മഞ്ഞുപോലെ വിളക്കട്ടെ. ഈശോയെ, ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടം മനസ്സാക്ഷിയില്ലാത്തൊരു കാലഘട്ടം, മനസ്സാക്ഷി ഉണങ്ങിപ്പോയ കാലഘട്ടം, മനസ്സാക്ഷി മരവിച്ച ഒരു കാലഘട്ടം. സ്നേഹം അതിനാൽ വറ്റിപ്പോയിരിക്കുന്നു ഹൃദയത്തിൽ നിന്നും. അങ്ങ് തന്നെ അത് പറഞ്ഞുവല്ലോ. അധർമ്മം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സ്നേഹം വറ്റിപ്പോയിരിക്കുന്നുവെന്ന്. ഈശോയുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹവും പരസ്പര സ്നേഹവും വറ്റിപ്പോയിരിക്കുന്നു. ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ ഈ നിമിഷം ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ, പൗത്രീകരിക്കണമേ. അങ്ങ് ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, ഇവരുടെ ഹിതമനുസരിച്ച് ജീവിക്കുവാനല്ല, ഇവരുടെ ഹിതമനുസരിച്ചല്ല ഇവരുടെ മനസ്സാക്ഷിയെ നിർമ്മിക്കേണ്ടത്. പിന്നെയോ അങ്ങയുടെ ഹിതം അത് വിശുദ്ധിയുടേതാണ്. അങ്ങ് തന്നെ പറയുന്നല്ലോ, അത് വിശുദ്ധീകരണമാണ് ഞാൻ അഭിലഷിക്കുന്നത്. ദിസ് ഈസ് മൈ വിൽ ഫോർ യു, യുവർ ഹോളിനെസ് ഓഫ് ലൈഫ്. കർത്താവേ, ആ ജീവിതം ഇവർക്കൊർക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെല്ലാം എന്നെ ശ്രമിക്കുന്നു അവരെല്ലാം തിരുമാറുടത്തിൽ ആ രക്തത്തിലേക്കും ജീവജലത്തിലേക്കും അർപ്പിക്കുന്നു. ഞാനിപ്പോൾ ആശീർവദിക്കുന്നു. ലോകത്തുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലുള്ള വിശുദ്ധത്തോടുകൂടിയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ വിശുദ്ധീകരിക്കണമേ, നിർമ്മലമായ ഹൃദയം നൽകണമേ, അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കണമേ. ഇന്ന് അന്ധകാരത്തെ നിമിഷമാണ്, തിന്മയുടെ കാലഘട്ടമാണ്. വിവേകികളായി ജീവിക്കുവാൻ, വിശുദ്ധികളെ ജീവിക്കുവാൻ, നിർമ്മലരായി ജീവിക്കുവാൻ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും നന്മ നിറഞ്ഞ മറിയമേ, നിന്റെ ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ഞാൻ അർപ്പിക്കുന്നു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരും യേശുവിന്റെ ഹൃദയത്തിൽ സമർപ്പിച്ച് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.